നമസ്കാരം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾക്കെതിരെ രാജ്യമെങ്ങും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. മാധ്യമമേഖലയെയും ഇത് ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. പത്രപ്രവർത്തകരെയും അതായത് ജേർണലിസ്റ്റുകളെയും മാധ്യമ ജീവനക്കാരെ പൊതുവെയും സംബന്ധിച്ചിടത്തോളം പുതിയ ലേബർ കോഡുകൾ, പ്രത്യേകിച്ച് OSH കോഡ്, അതായത് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നത് ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. പത്രപ്രവർത്തകരെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേക നിയമത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. പഴയ നിയമം അനുസരിച്ച് പത്രപ്രവർത്തകർക്കായി വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് 1955 എന്ന ശക്തമായ ഒരു പ്രത്യേക നിയമം ഉണ്ടായിരുന്നു. ഇത് തൊഴിൽ സുരക്ഷയും വേതനവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു. പുതിയ നിയമം അനുസരിച്ച് ഈ പ്രത്യേക നിയമം റദ്ദാക്കപ്പെടുകയാണ്. പകരമായി എല്ലാ തൊഴിലാളികൾക്കും ബാധകമായ പൊതുവായ ഒരു OSH കോഡിലേക്ക് പത്രപ്രവർത്തകരെയും ലയിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി പത്രപ്രവർത്തകർക്ക് മാത്രമായി ലഭിച്ചിരുന്ന സവിശേഷ പരിഗണനകളും നിയമപരീക്ഷകളും ഇതോടെ ഇല്ലാതാകും. അവയും സാധാരണ തൊഴിലാളികളുടെ പട്ടികയിലേക്ക് മാറ്റപ്പെടുകയാണ്. രണ്ടാമതായിട്ട് വേജ് ബോർഡ് സംവിധാനം ദുർബലമാകുന്നതാണ് പ്രധാനപ്പെട്ടത്. പഴയ നിയമപ്രകാരം പത്രപ്രവർത്തകരുടെ ശമ്പളം നിശ്ചയിക്കുന്നതിന് നിയമപരമായി മജീദിയ പോലുള്ള വേജ് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് നിയമപരമായ നിർബന്ധവുമുണ്ടായിരുന്നു. പുതിയ നിയമപ്രകാരം വേജ് ബോർഡ് എന്നത് ഒരു സംവിധാനം മാത്രമായി നിലനിർത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന് വിവേചനാധികാരം നൽകിയിരിക്കുകയാണ്. ഇതിന് പഴയ നിയമത്തിൻ്റെ അത്ര കർക്കശമില്ലെന്നത് പ്രത്യേകം പറയേണ്ടതില്ല. മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ജോലി സമയവും അവധി ഇവയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. പഴയ നിയമം അനുസരിച്ച് രാത്രി ഷിഫ്റ്റ് ഉൾപ്പെടെ പത്രപ്രവർത്തകരുടെ ജോലി സമയം പ്രത്യേകമായി നിർവചിക്കപ്പെട്ടിരുന്നു. കൂടാതെ ആർജിത അവധി, അതായത് ഏൺ ലീവ് ഉൾപ്പെടെ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന കാലയളവിൻ്റെ 11 ദിവസം ജോലിയാൽ അതിൻ്റെ ഒരു ഭാഗം ലീവായി ലഭിക്കുന്നതായിരുന്നു ഇത്. എന്നാൽ പുതിയ നിയമത്തിൽ പത്രപ്രവർത്തകരെ സാധാരണ തൊഴിലാളികളായി കണക്കാക്കിയിരിക്കുകയാണ്. ഇതോടെ ഫാക്ടറി തൊഴിലാളികൾക്ക് ലഭിക്കുന്ന അതേ അവധി നിയമങ്ങൾ, അതായത് ജോലി ചെയ്യുന്ന 20 ദിവസത്തിന് ഒരു ലീവ് എന്ന കണക്കിൽ അത് ബാധകമാകും. ഇത് പത്രപ്രവർത്തകർ ലഭിച്ചിരുന്ന ലീവ് ആനുകൂല്യങ്ങൾ ഗണ്യമായി കുറയാൻ കാരണമാകുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. നാലാമതായി പറയാനുള്ളത് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് എന്നറിയപ്പെടുന്ന കരാർ നിയമനമാണ്. മാധ്യമമേഖലയിൽ ഇപ്പോൾ തന്നെ കരാർ നിയമങ്ങൾ കൂടുതലാണെന്ന് നമുക്കറിയാം. പുതിയ നിയമം വരുന്നതോടെ സ്ഥാപന ഉടമകൾക്ക് സ്ഥിര നിയമനം ഒഴിവാക്കി നിശ്ചിത കാലയളവിലേക്ക് മാത്രമായി, അതായത് ഒരു ഫിക്സഡ് ടൈമിലേക്ക് മാത്രമായി മാധ്യമപ്രവർത്തകരെ നിയമിക്കാൻ നിയമപരമായ സാധുത ലഭിക്കുന്നു. ഇത് മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ സ്ഥിരതയെയും ജോബ് സെക്യൂരിറ്റിയെയും കാര്യമായി ബാധിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഡിജിറ്റൽ ഇലക്ട്രോണിക് മീഡിയ വിഭാഗത്തിന് ഗുണകരമായ ഒരു മാറ്റം ഉണ്ടെന്നത് മാത്രമാണ്. പഴയ 1955 നിയമത്തിൽ പത്രങ്ങളിലെ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ കോഡിൽ ഡിജിറ്റൽ മീഡിയ, ഇലക്ട്രോണിക്സ് മീഡിയ എന്നിവയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാന വ്യത്യാസം. എന്നാൽ ഇവയുടെ നിർവചനങ്ങളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. അതുകൊണ്ട് സന്തോഷിക്കാറായിട്ടില്ല. ഇത് ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ കാരണമാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നുള്ളത്. ചുരുക്കത്തിൽ വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന പ്രത്യേക പദവിയിൽ നിന്ന് തൊഴിലാളി എന്ന പൊതു പദവിയിലേക്ക് മാറുന്നതോടെ കാലങ്ങളായി പോരാടി നേടിയെടുത്ത പല അവകാശങ്ങളും നഷ്ടപ്പെടുന്ന ആശങ്ക